കേന്ദ്രം ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നു. ലൈഫിന്റെ ഭാഗമായുള്ള വീടുകൾ പൂർത്തിയായാൽ ആ വീടിന്റെ മുന്നിൽ ഒരു ലോഗോ വെക്കണം. ആ ലോഗോയിൽ ചിലരുടെ ഫോട്ടോ, ചില കാര്യങ്ങൾ എഴുതി വെക്കുന്നത്, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇത്ര ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീടിന്റെ മുന്നിലും ഒരു ലോഗോയും ഒരാളുടെ ഫോട്ടോയും വെച്ചിട്ടില്ല. ഓ, അപ്പൊ നിങ്ങൾ കൈയടിക്കാൻ അറിയാം. ഞാൻ വിചാരിച്ചു അങ്ങനെയെന്ന ഞങ്ങളുടെ നാട്ടിൽ ഈ വീടുകളിൽ ഒരു തരത്തിലുള്ള ലോഗോയും വെക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ താമസിക്കുന്നവർ അവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാരോ നൽകിയതാണ് എന്ന തരത്തിലൊരു അടയാളം വീട്ടിന് മുന്നിൽ വെക്കുന്നത് അവരുടേതല്ല ആ വീട് എന്ന സന്ദേശമാണ് നൽകുക. ഞങ്ങളുടെതില്ല അത്തരമൊരു പദ്ധതിയുമായി യോജിക്കാനാവില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്, ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പണം തുറന്നു തന്നില്ല എന്ന് വരും. 75,000 രൂപ തന്നാൽ 3,4 ലക്ഷം രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത്. 1 ലക്ഷം രൂപ തന്നാൽ 2 ലക്ഷം രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത്. ആ വീട് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗമാണ് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായുള്ള പണം. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു, പണം തരണോ തരണ്ടേ, പദ്ധതി തുറന്ന് അനുവദിക്കണോ അനുവദിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ഗുണപ്പെടുത്താൻ തയ്യാറല്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതോടെ അവരുടെ സഹായം തൽക്കാലം നിലച്ചിരിക്കുക. നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ 5 ലക്ഷം വീട് പൂർത്തീകരിച്ചു. ഇതിന്റെ ഭാഗമായി കുറച്ച് വീടുകൾ കൂടി പൂർത്തീകരിക്കപ്പെടാനുണ്ട്. അത് പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനം നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതോടെ ഞങ്ങൾ ഈ പദ്ധതി ആകെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നിരവധി പാവങ്ങൾ വീട് ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്. അവർക്കുള്ള വീട് നിർമ്മാണം എങ്ങനെ പൂർത്തീകരിക്കാനാകുമെന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ തയ്യാറാകുന്ന മുന്നണിയാണ് LDF. ആ രീതിയിലുള്ള ആലോചനകളിലേക്കും ഞങ്ങൾ കടക്കുക തന്നെ ചെയ്യും. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ സംസ്ഥാനത്ത് പട്ടയ വിതരണം നടക്കാൻ പോവുക. അത് 4.5 ലക്ഷം പട്ടയത്തിലധികമാണ് വിതരണം ചെയ്യാൻ പോകുന്നത് കേരളത്തിലാകെ. ഈ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴുകേണ്ടി വന്നത് റവന്യൂ വകുപ്പാണ്. അവർക്ക് മറ്റ് പ്രവർത്തനങ്ങൾക്ക് സമയം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അല്ലായിരുന്നുവെങ്കിൽ 5 ലക്ഷം പട്ടയം എന്ന അവസ്ഥ പട്ടയ കാര്യത്തിന് മറ്റന്നാളാകുമ്പോൾ ഉണ്ടാകുമായിരുന്നു. ഇതെല്ലാം ജനങ്ങളെ കണ്ടുകൊണ്ട നിലപാടാണ്. ആ നിലപാടാണ് തുറന്നു പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇതിന്
ഇതിന്റെ ഗുണഭോക്താക്കളായ ജനങ്ങൾ മാത്രമല്ല, നമ്മുടെ നാടാകെ സന്തോഷിക്കുന്നുവെന്നാണ് വസ്തുത. നമ്മുടെ നാട് ഒരു പുതിയ നാടായി മാറാൻ, ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നാം ഏർപ്പെട്ടിട്ടുള്ളത്. അതിനെല്ലാവിധ സഹകരണവും പിന്തുണയുമാണ് ജനങ്ങൾ വിധേയരെ ലഭിച്ചിട്ടുള്ളത്. ഇനിയും തുറന്നും ആ സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.